നാടൻ വിഭവമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഇലയടേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ ഇലയട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി വാട്ടാനായിട്ട് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് തിളച്ച വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് മാവ് കുഴക്കില്ലേ, അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലോട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിയതെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ടൊരു 2 ഏലക്കായ ഇതുപോലെ ഇടിച്ചെടുക്കാം. എന്നിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇതുപോലെ കുത്തി പൊടിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ചേർത്താനായിട്ട് പോണത് മൈസൂർ പഴമാണ്. അതായത് നമ്മുടെ ഇവിടെ ഇതിനെ പാളയംകോടൻ എന്ന് പറയും. അപ്പോൾ അത് ഞാനൊരു 3 പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ട് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു. ശരിക്കും ഞാനത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതുപോലെ ലാച്ചി ഇലയിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇല വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കിട്ടാത്തവർ വാഴൻ്റെ ഇലയിൽ ചെയ്തെടുക്കുക. ഇതിലുണ്ടാക്കുമ്പോൾ ഇലയുടെയൊക്കെ ഒരു പ്രത്യേക മണമാണ്. അപ്പം നമ്മളിങ്ങനെ ഇലയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇനി നമ്മൾക്ക് കയ്യിൽ അല്പം വെള്ളമാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു വലിയ ബോളാക്കിയിട്ട് എടുത്തിട്ട് ഇലയിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയ്യിലാക്കിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ വെച്ചാൽ മതിയാകും. ഇനി അത് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സൈഡൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തില്ലെങ്കിൽ അതിനകത്തുള്ള ഫില്ലിങ്സൊക്കെ നമ്മളത് ആവി കയറുമ്പോഴത്തേനും ഇങ്ങനെ വെള്ളമായിട്ട് ഒലിച്ച് തുടങ്ങും. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഒരു ഈർക്കിൾ എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതുപോലെ മറ്റുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇലയട ഉണ്ടാക്കിയെടുത്തത് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിനൊരു 10 മിനിറ്റ് പോലും വേവില്ല, പെട്ടെന്ന് വെന്തിട്ട്. കാരണം നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ചിട്ട് വാട്ടിയെടുത്ത പൊടിയായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതപ്പോൾ നമ്മുടെ ഇലയട വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം.
അപ്പോൾ നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല തനി നാടൻ ഒരു ഇലയടയാണ്. അപ്പോൾ ഈ ഒരു ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അത് കിട്ടാത്തവർ വാഴൻ്റെ ഇലയിൽ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പഴം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പഴം ഒഴിവാക്കുക. എന്നിട്ട് തേങ്ങയും പിന്നെ അവിൽ ഇഷ്ടമുള്ളവർ അവിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അവിലും ശർക്കരയും ഏലക്കായൊക്കെ കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് അതും ഒഴിവാക്കാം. ഇത് മാത്രം വെച്ച് ചെയ്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു. ഇതാണ് നമ്മുടെ ഇലയട. നമുക്ക് കഴിച്ചു നോക്കാം. ചൂടാ, നല്ല ചൂടുണ്ട് കേട്ടോ. വാവ്, നല്ല ചൂടുണ്ട്. ഇപ്പൊ പഴുത്തുനിന്ന് എടുത്തിട്ട് വന്നാണ് ചൂട്. ചൂടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടപ്പോൾ അമർത്തി ഞങ്ങളുടെ വ്ളോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫൈ ചെയ്യാനൊക്കെ ട്രെയിനും കൂടെ മറക്കരുത്. അപ്പൊ മറ്റൊരു പിന്നെ ബൈ.